പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മോഡലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററിൻ്റെ, അതായത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ നാഡീകോശങ്ങളെക്കുറിച്ചും, അതായത് ന്യൂറോണിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഫംഗ്ഷനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഭാഗമാണ്, സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേക്ഷണവും, അതായത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. എന്താണ് നാഡീവ്യവസ്ഥയെന്നും അതിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ദി നെർവസ് സിസ്റ്റം മാനേജസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ്, അതായത് നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നത് സന്ദേശങ്ങളിലൂടെയാണ് അല്ലേ? അപ്പോൾ ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇവ എങ്ങനെയാണ് നാഡീകോശത്തിലൂടെ സഞ്ചരിക്കുന്നത്, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ നമുക്കൊരു ചാർജ് ഡിഫറൻസ് കാണാൻ പറ്റും. അതായത് ദി ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദി ഇന്നർ സർഫസ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. നാഡീകോശത്തിന്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ആ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. പുറത്ത് പോസിറ്റീവ് ചാർജ്, അകത്ത് നെഗറ്റീവ് ചാർജ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൺ അയോൺസ്, അതായത് ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം അല്ലെ? നിങ്ങൾ ആ ചിത്രം ഒന്നുകൂടെ നോക്കിയേ. ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ ഈ അറേഞ്ച്മെന്റിന് മാറ്റം ഉണ്ടാകുന്നു. അതായത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ് ആൻഡ് ദി ഇന്നർ സർഫസ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദ ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. അതായത് ഒരു ഉദ്ദീപനം ഉണ്ടാകുമ്പോഴത്തേക്ക് അല്ലെ, ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് അയോണിന്റെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതായത് കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ ചാർജ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ദിസ് ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ്സ് അഡ്ജസന്റ് പാർട്സ് ആൻഡ് സിമിലർ ചേഞ്ചസ് ഒക്കർ ദർ ടു. അതായത് ഈ ചെറിയ നിമിഷത്തിലുണ്ടാകുന്ന ഈ നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പൾസസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജസ്. ഈ പ്രക്രിയ ഇങ്ങനെ തുടരുമ്പോൾ വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു അല്ലെ? ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? സന്ദേശങ്ങൾ ഉണ്ടാകുകയും അത് പ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ നാഡീകോശത്തിന്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ വിന്യാസത്തിന് വ്യത്യാസം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നേരത്തെ എങ്ങനെയായിരുന്നു? പുറത്ത് പോസിറ്റീവ് ചാർജ്, അകത്ത് നെഗറ്റീവ് ചാർജ്. ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടായി. അപ്പോൾ ആ ചാർജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്തു സംഭവിക്കുന്നു? ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തേജനം ഉണ്ടാകുന്നു അല്ലേ? ഈ ഉത്തേജനം എന്ത് ചെയ്യുന്നറിയാമോ? എങ്ങോട്ട് മാറുന്നു? അല്ലെങ്കിൽ ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? അടുത്ത ഭാഗത്തേക്ക് കൈമാറുന്നു, അല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഈ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? സന്ദേശങ്ങൾ വൈദ്യുത പ്രവാഹമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവഹിക്കുന്നു. ഈ രീതിയിലാണ് ഏതിലൂടെ? നാഡീകോശങ്ങളിലൂടെ എന്ത് കടന്നു പോകുന്നത്? സന്ദേശങ്ങൾ കടന്നു പോകുന്നത്. ഈ നാഡീകോശങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദേശങ്ങൾക്ക് പറയുന്ന പേരാണ് നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾക്ക് പറയുന്ന പേരാണ് നാഡീയ ആവേഗങ്ങൾ, അതായത് നെർവ് ഇമ്പൾസസ്. നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്.
അതായത് ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് പറയുന്ന പേരാണ് നെർവ് ഇമ്പൾസസ്. അപ്പോൾ ഇമ്പൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഈ റിസപ്റ്റേഴ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ റിസപ്റ്റർ സെൽസിലുണ്ടാവുന്ന ഈ ഇമ്പൾസസ് എവിടെ എത്തണം? ബ്രെയിനിലെത്തണം. അതായത് ഗ്രാഹീകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്ത് ചെയ്യും, ഇത് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അല്ലെ. പ്രതികരണത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റ് കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടണം അല്ലെ. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്കോ അതല്ലെങ്കിൽ മറ്റ് സെല്ലുകളിലേക്കോ കൈമാറ്റം ചെയ്യപ്പെടണം. ഈ ഒരു കൈമാറ്റം സാധ്യമാകുന്നത് സിനാപ്സിലൂടെയാണ്. എന്താ സിനാപ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സിനാപ്സ്? സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ അതുപോലെ തന്നെ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ പിക്ചർ സൂക്ഷിച്ച് മനസ്സിലാവും അല്ലേ. ആദ്യത്തെ പിക്ചർ എന്താ കാണുന്നത്? രണ്ട് നാഡീകോശങ്ങൾ തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം. രണ്ടാമത്തെ പിക്ചർ നോക്ക്, ഒരു നാഡീകോശവും ഒരു പേശീകോശവും അല്ലേ. മൂന്നാമത്തേനകത്താണെങ്കിലോ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും. അപ്പോൾ നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും ഗ്രന്ഥികോശങ്ങൾ തമ്മിലോ ബന്ധപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയുന്നത്. When electric impulses from the axon reach the synaptic knob, certain chemical substances are secreted from there to the synaptic cleft. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. They stimulate the adjacent dendrite or cell and new electric impulses are generated. അതായത് ആക്സോണിൽ നിന്നും വൈദ്യുത അവയവങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ, ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. അതായത് ഇവിടെ നിന്നാണ് ആക്സോണിൽ നിന്ന് നമുക്കറിയാം നേരത്തെ തരംഗങ്ങൾ പോകുന്നത് അല്ലേ. വൈദ്യുത തരംഗങ്ങളായിട്ടാണെന്ന് അറിയാമല്ലോ നമുക്ക്. അവയവങ്ങൾ പോകുന്നത് വൈദ്യുത തരംഗങ്ങളായിട്ടാണ് നമുക്കറിയാം. അപ്പോൾ ആക്സോണിൽ നിന്ന് വൈദ്യുത അവയവങ്ങൾ എവിടേക്ക് എത്തുമ്പോൾ, സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യും, സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കൾക്ക് പറയുന്ന പേരാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെ, പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ആക്സോണുമായിട്ട് ചേർന്നിരിക്കുന്ന ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവയവങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവ എന്ത് ചെയ്യുന്നു? They stimulate the adjacent dendrite or cell and new electric impulses are generated. അവ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവയവങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലേ. അപ്പോൾ ഈ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അസറ്റൈൽ കൊളീനും ഡോപ്പമിൻ അല്ലേ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അസറ്റൈൽ കൊളീൻ ആൻഡ് ഡോപ്പമിൻ. ഇനി നമ്മൾ പഠിക്കുന്നത് സിനാപ്സിന്റെ ധർമ്മം എന്താണെന്നാണ് അല്ലേ. അതായത് ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ. എന്ത് ചെയ്യുന്നവ? അവ ആവേഗങ്ങളുടെ വേഗത അതുപോലെ തന്നെ ദിശ എന്നിവ ക്രമീകരിക്കുന്നു. ദേ ഹെൽപ്സ് ടു റെഗുലേറ്റ് ദി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. എന്താണ്? ദേ ഹെൽപ്പ് ടു റെഗുലേറ്റ് ദി സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നു. ഇതാണ് ആരുടെ ജോലി? സിനാപ്സിന്റെ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? സ്ട്രക്ചർ ഓഫ് സിനാപ്സ്, സിനാപ്സിന്റെ ഘടന പഠിച്ചു. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ്, സിനാപ്സിലൂടെയുള്ള ആവയവങ്ങളുടെ പ്രേഷണം പഠിച്ചു. സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷണങ്ങളുടെ പ്രാധാന്യം. പിന്നെന്താ പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്, വിവിധ തരം സിനാപ്സുകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള നാഡീകോശങ്ങളെക്കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. അതായത് ഓൺ ദി ബേസ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്,
ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? സംവേദ നാഡീകോശവും പ്രേരക നാഡീകോശവും. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ടു പോകുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അതായത് സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇവിടേക്കാണ് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ വഹിച്ചുകൊണ്ട് പോകുക എന്നതാണ് ആരുടെ ജോലി? സംവേദ നാഡീകോശങ്ങളുടെ ജോലി എന്ന്. അടുത്തത് മോട്ടോർ ന്യൂറോൺസ്. They carry impulses from the brain and spinal cord to the various parts of the body. പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ അവ എന്ത് ചെയ്യുന്നു? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. എവിടെയൊക്കെയാണ്? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബ്രെയിനിൽ നിന്നും സന്ദേശങ്ങൾ എവിടെ എത്തിക്കുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് തരം നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. സംവേദ നാഡീകോശവും പ്രേരക നാഡീകോശവും. ഇനി ഒന്നുകൂടി ഉണ്ട്, അതിൻ്റെ പേരാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് സംവേദ നാഡീകോശത്തെയും പ്രേരക നാഡീകോശത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു ന്യൂറോൺ ഉണ്ട്. ആ ന്യൂറോണിൻ്റെ പേരാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് സംവേദ നാഡീകോശത്തെയും പിന്നെ ഏതാണ്? പ്രേരക നാഡീകോശത്തെയും മോട്ടോർ ന്യൂറോണിനെയും സെൻസറി ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഡികൾ അല്ലെങ്കിൽ നെർവ്സ്. നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ നെർവ്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. അല്ലേ? അതായത് ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ എന്ന് പറയുന്നത്. ആക്സോൺ അല്ലെങ്കിൽ നാഡീതന്തുക്കളുടെ കൂട്ടമാണ് നാഡികളെന്ന് പറയും. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂസ്. അല്ലേ? നാഡികൾ എന്ന് പറഞ്ഞാൽ ഇവ യോജകലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവയുടെ ധർമ്മം അനുസരിച്ച്, നാഡികളുടെ ധർമ്മം അനുസരിച്ച് നാഡികളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻസ്. അല്ലേ? ഏതനുസരിച്ചാണ്? ധർമ്മത്തിനനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ച് നാഡികളെ മൂന്നായി തിരിച്ചിരിക്കുന്നു. അവ സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. അതായത് സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. ഇനി പഠിക്കാൻ പോകുന്നത് നെർവ്സ് ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ്. അല്ലേ? നാഡികളും അവയുടെ പ്രത്യേകതകളും പിന്നെ അവയുടെ ധർമ്മവും. അതിൽ ഫസ്റ്റാണ് സംവേദ നാഡികൾ. അല്ലേ? അതായത് സെൻസറി നെർവ്സ്. ദേ ആർ ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. സംവേദ നാഡീതന്തുക്കൾ ചേർന്നാണ് സംവേദ നാഡികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ക്യാരി impulses from various parts of the body to the brain and the spinal cord. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നതാണ് ആരുടെ ജോലി? സംവേദ നാഡി അല്ലെങ്കിൽ സെൻസറി നെർവ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. അടുത്തത് പ്രേരക നാഡികൾ, അതായത് മോട്ടോർ നെർവ്സ്. ദേ ആർ ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. പ്രേരക നാഡീതന്തുക്കൾ ചേർന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഇവയുടെ ജോലി എന്ന് പറഞ്ഞാൽ. പ്രേരകനാഡി അല്ലെങ്കിൽ മോട്ടോർ നെർവ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അടുത്ത മൂന്നാമത്തതാണ് മിക്സഡ് നെർവ് അല്ലെങ്കിൽ
സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ദേ ആർ ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. അതായത് സമ്മിശ്ര നാഡികൾ എന്ന് പറഞ്ഞാൽ സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ദേ ക്യാരി ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്ന് മെസ്സേജുകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ തിരിച്ച് തലച്ചോറിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. ദേ ക്യാരി ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെയും വിനിമയം സാധ്യമാകുന്നു. ഇങ്ങനെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നാഡികളെ, നെർവുകളെ മൂന്നായി തിരിച്ചിരിക്കുന്നു. സംവേദനാഡികൾ, പ്രേരക നാഡികൾ, സമ്മിശ്ര നാഡികൾ. സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ് ആൻഡ് മിക്സഡ് നെർവ്സ്. അല്ലെ, ഇങ്ങനെ പ്രധാനമായിട്ടും 3 എണ്ണമുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ. ദി നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, നെയിംലി ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. അല്ലേ, നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. അല്ലേ, ഏതൊക്കെയാണത്? കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കവും സുഷുമ്നയുമാണ്. ബ്രെയിനും സ്പൈനൽ കോഡുമാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയ്ക്കുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ക്രേനിയൽ നെർവ്സ്, അതായത് ശിരോനാഡികൾ. അവ 12 ജോഡിയാണ്, 12 പെയേഴ്സ് ആണ്. പിന്നെ ഉള്ളത് സ്പൈനൽ നെർവ്സ് അല്ലെങ്കിൽ സുഷുമ്ന നാഡികൾ. അത് 31 പെയേഴ്സ് ആണ്, 31 ജോഡിയാണ്. അപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. 2 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മസ്തിഷ്കവും സുഷുമ്നയും, അല്ലെ, ബ്രെയിനും സ്പൈനൽ കോഡും. പിന്നെയുള്ളത് പെരിഫറൽ നാഡീവ്യവസ്ഥ, പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിൻ്റെ ഭാഗങ്ങൾ സുഷുമ്ന നാഡികൾ, അവ 31 ജോഡിയുണ്ട്. പിന്നെ ഉള്ളത് ശിരോനാഡികൾ, അവ 12 ജോഡി. അതായത് സ്പൈനൽ നെർവ്സും ക്രേനിയൽ നെർവ്സും.